everyone, welcome back to another video of Mom Updates. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന 1 to 3 years ഉള്ള കുട്ടികൾക്ക് ഉള്ള ഒരു ദിവസത്തേക്കുള്ള ഡയറ്റ് ചാർട്ട് ആണ് ചെയ്യുന്നത്. അതായത് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫുഡാണ് ഒരു വയസ്സ് കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഏതൊക്കെ സമയത്താണ് ഫുഡ് കൊടുക്കുക, എത്ര സമയം ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ആദ്യമായിട്ട് തന്നെ പറയുവാണെങ്കിൽ അറിയാലോ, ഓരോ കുട്ടികളും വ്യത്യാസമാണ്, ഓരോ കുട്ടികളുടെ ഇഷ്ടങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്ത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നതിനനുസരിച്ചിട്ട് ഫുഡിന്റെ കാര്യത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വരുത്തുക. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത്. നോർമലി അറിയാലോ, കുട്ടികൾ രാവിലെ ഒരു 7-നും 8 മണിക്കുള്ളിൽ എഴുന്നേൽക്കുന്നുണ്ടാവും ഒരുമാതിരിപ്പെട്ട എല്ലാ കുട്ടികളും. ഇവിടെ കുഞ്ഞിന് വന്നിട്ട് 7-നും 7:30 സമയമാകുമ്പോഴത്തേക്ക് ആൾ എഴുന്നേൽക്കുന്നുണ്ടാവും. എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ആണ് ഞാൻ ചെയ്യുക. അപ്പോൾ അവനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോർമുല ഫീഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് അവർക്കൊരു ഫോർമുല ഫീഡ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പം രാവിലത്തെ ആ ഒരു ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ഫോർമുല ഫീഡ് കൊടുത്തതിന് ശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വിത്തിൻ 1/2 hour to 1 hour ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അപ്പം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിശപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇന്നും നമ്മൾ കുറേ നേരം ലേറ്റ് ആകുവാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ വിശപ്പ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 1/2 hour to 1 hour ടൈമിൽ ഉറപ്പായിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് അറിയാലോ, ഒരു വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഫാമിലി ഫുഡ് എല്ലാം തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയുള്ള ദോശ, ഇഡ്ഡലി, അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാം. ഇല്ല നിങ്ങൾ കുറുക്ക് എന്തെങ്കിലും കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നെങ്കിൽ ഓട്ട് മീൽ അല്ലെങ്കിൽ എന്താ പറയുക നവധാന്യ കുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾ രാവിലെ തന്നെ ഒരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അതിന് പറ്റിയ ഒരു ഐഡിയൽ ഓപ്ഷൻ ആണ് എഗ്. അപ്പം മുട്ട ചേർത്തിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാം. അവർക്ക് മുട്ട വെച്ചിട്ടുള്ള എന്തെങ്കിലും സാൻഡ്വിച്ച് പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചീസ് അങ്ങനത്തെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി ന്യൂട്രിയന്റ് എന്താ പറയുക റിച്ച് ആയിട്ടായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള, വളരെ കുറച്ചേ അവർ കഴിച്ചുള്ളെങ്കിൽ പോലും കുറച്ചും കൂടെ എനർജി അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, എൽഡേഴ്സിന്റെ എല്ലാ ഫുഡും കൊടുക്കുമ്പോഴും ചെറിയ ചെറിയ പീസസ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അത് തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടങ്ങൾ കൂടുതലുള്ള ഒരു സമയമാണ് ഈ 1 year കഴിയുമ്പോൾ തൊട്ട്. ഇവിടെ കുഞ്ഞിനെ ആണെങ്കിലും പണ്ടൊക്കെ ഞാൻ കുറുക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആള് കഴിക്കാൻ, ഇപ്പൊ അവന് ഇഷ്ടമേ അല്ല. ഞാൻ ഒരു സാധനം പോലെ അവനെ ഫീഡ് ചെയ്യുന്ന അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ അവൻ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഓരോ കുട്ടികളും വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിന് എന്താണോ ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രിഫർ ചെയ്യുക. പിന്നെ ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഫുഡ്, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഫുഡിൽ കൂടുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമുള്ള അത്രയും ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 8-8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൂല. അപ്പൊ അതിനുശേഷം ഒരു 1.5 മണിക്കൂറുകൾക്കൊക്കെ ശേഷം അവർക്ക് ഒരു മിഡ് ഡേ സ്നാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ലഞ്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ള എന്തെങ്കിലും സ്മൂത്തി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗർട്ട് തന്നെ കിട്ടൂല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗർട്ട്സ് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ സൂപ്പ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തിക്കായിട്ടുള്ള ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവർ ലഞ്ച് ഒരുപക്ഷെ സ്കിപ്പ് ചെയ്യാൻ തന്നെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക. കുഞ്ഞ് ചിലപ്പോൾ ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല, 2-3 വായോ അല്ലെ 2-3 സ്പൂണൊക്കെ ആയിരിക്കും കഴിക്കുക. അപ്പൊ അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും. പക്ഷെ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു മീലിന് ശേഷം നമ്മൾ അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് അധികം അങ്ങ് എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് ദാഹം ഉള്ളതിന് അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. കഴിവതും വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ എന്ത് വെള്ളമാണ്, നോർമൽ വെള്ളമില്ലേ അതെന്താണോ കുടിക്കുക അത് തന്നെ കുഞ്ഞിനും കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ജ്യൂസും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് അങ്ങ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കുടിക്കുന്നതോറും കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വിശപ്പ് നല്ലോണം കുറയാൻ വേണ്ടിയിട്ടാണ്
അത് ഉപകരിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റ് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പകരം നല്ലോണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അവർ കളിക്കുന്നതിനിടയിലൊക്കെ അവരെ സിപ്പിക്കപ്പ് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ വെള്ളമൊക്കെ കുറച്ചും കൂടെ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏകദേശം 12:30-ക്കും 1 മണിക്കും അല്ലെ 12:30-ക്കും 1:30-ക്കും ഇടയിൽ അവർക്ക് ലഞ്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ലഞ്ച് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അറിയാമല്ലോ, നമ്മൾ ഇന്ത്യൻസ് ആണ്, അപ്പോൾ ഉറപ്പായിട്ടും ചോറ്, എന്തെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ചിക്കൻ, ഫിഷ് അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചില കുട്ടികൾ അങ്ങനെ ചോറും കറികളുമായിട്ട് കൊടുത്താൽ കഴിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക. ഇല്ല, ചില കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും വെജിറ്റബിൾ റൈസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എന്തെങ്കിലും ഫോമിലാക്കിയാലായിരിക്കും അവർ കഴിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ കൊടുത്താൽ അവർക്കത് പെട്ടെന്ന് മടുക്കും, അവർ കഴിക്കുകയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ക്വാണ്ടിറ്റിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണം. അവർക്ക് വേണ്ട അത്രയും ഫുഡ് കൊടുക്കുക. ഒരുപാട് നിർബന്ധിച്ച് അവരെ ഫുഡ് കഴിപ്പിച്ച് ഫുഡ് എന്നുള്ളത് അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ അവരെ നിർബന്ധിക്കാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുള്ളൂ. സോ ക്വാണ്ടിറ്റിയിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അവർ ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അത് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അവർക്ക് നിറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടായാൽ മതി. അതിനുശേഷം മിക്ക കുട്ടികളും തന്നെ രാവിലെ കുറെ നേരം കളിച്ചിട്ടുണ്ടാവും, ഭക്ഷണമൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞ് അവരൊരു ചെറിയൊരു നാപ്പ് എടുക്കാൻ വേണ്ടിയുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഏകദേശം 45 minutes to 1 hour അല്ലെങ്കിൽ 30 minutes to 1 hour എന്ന് വേണമെങ്കിൽ പറയാം. അത് വ്യത്യാസമാണ്. ഓരോ കുട്ടികളും ഓരോ സമയത്താണ് ഉറങ്ങുക ഉണരുകയൊക്കെ ചെയ്യുക. കുഞ്ഞിനിക്കാണെങ്കിൽ പകലുറക്കം നല്ലോണം കുറഞ്ഞു വരികയാണ്. കഷ്ടിച്ച് 1 മണിക്കൂറൊക്കെയാണ് പകലുറങ്ങുക. അപ്പം ആളുടെ ഒരു പ്രിഫേർഡ് ടൈം എന്ന് വെച്ചാൽ ഒരു 2:30 തൊട്ട് 3:30 വരെയോ അല്ലെങ്കിൽ 2 തൊട്ട് 3 മണി വരെ ആ ഒരു സമയത്താണ് അവൾ ഉറങ്ങുക. അപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് കൊടുക്കാറുണ്ട്. അത് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങളാണ് എപ്പോഴും കൊടുക്കാറ്. അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഉണ്ണിയപ്പം. ഒന്നിൽ ഉണ്ണിയപ്പം ആയിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും കഴിക്കും. അപ്പോൾ ഉണ്ണിയപ്പം കഴിക്കും, അല്ലെങ്കിൽ കൊഴുക്കട്ട, അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാൻകേക്സ് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ ഫ്രൈഡ് പനീർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ചീസ് സ്റ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിലും ഈ ഒരു സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിവിടെ വൈകിട്ട് ഒരു 6:30-7 മണി സമയത്ത്, 6 മണിക്ക് 7 മണിക്ക് ഇടയിലാണ് കുഞ്ഞുണിക്ക് ഡിന്നർ കൊടുക്കുക. ആ ഒരു സമയത്താണ് അവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ ആ ഒരു സമയത്താകുമ്പോഴത്തേക്ക് അവന് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഡിന്നറിന് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചടി എഗെയിൻ ഇപ്പൊ രാവിലെ നിങ്ങൾ കുറുക്ക് കൊടുക്കാൻ പ്രിഫർ ചെയ്യുന്നില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് എന്തെങ്കിലും കുറുക്ക് വേണമെങ്കിൽ കുഞ്ഞിന് കൊടുക്കാം. അല്ലെങ്കിൽ കിച്ചടി പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റും വെജിറ്റബിൾസ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇല്ല നിങ്ങൾ അഗെയിൻ നോൺ വെജ് ഓപ്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ചോറോ ചിക്കനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് കൊടുക്കാം. പിന്നെ ഈ ചിക്കൻ ഫിഷ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് കഴിവതും ഫ്രൈഡ് ആയിട്ടുള്ളത് ഒഴിവാക്കിയിട്ട് കറി തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം അതെല്ലാം കുറച്ചും കൂടെ കൂടുതൽ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ വെച്ചേക്കുക. പിന്നത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ചപ്പാത്തി. ചപ്പാത്തി എന്താണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ തന്നെ സ്വന്തം കൈ കൊണ്ട് എടുത്ത് കഴിക്കാൻ വേണ്ടി കുട്ടികൾ വല്ലാണ്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചോറൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇവർ 1-2 അരിമണി ചോറൊക്കെ എടുത്തിട്ട് അവൻ കഴിക്കുക. അപ്പൊ ഇവർക്കത് ശരിക്കും കഴിക്കാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കൂടുതലും താഴേക്ക് അയക്കുമ്പോൾ അപ്പൊ അങ്ങനത്തെ ഉള്ള സമയത്ത് ചപ്പാത്തി കൊടുക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം ചപ്പാത്തിയും കറിയുമായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടെ കുഞ്ഞിന് കഴിക്കുന്നില്ല, കറി അവിടെ കിടക്കും, അവനാ പച്ച ചപ്പാത്തി ആയിരിക്കും കഴിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും സ്റ്റഫ്ഡ് ചപ്പാത്തീസ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പറാത്താസ് ഉണ്ടാക്കാൻ വേണ്ടി എന്താണോ വീട്ടിലുള്ളത്, അതിപ്പോ ഒരു വെജിറ്റബിൾ കറി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും തോരനാണോ എന്ത് സാധനമാണെങ്കിലും ഞാനത് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങ് പരത്തി പറാത്ത പോലെ ഉണ്ടാക്കി കൊടുത്താൽ അവനത് കഴിച്ചോളും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് സ്യൂട്ടബിൾ ആകാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞിന് എന്താ പറയുക, നമ്മൾ ചപ്പാത്തി പോലുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ കുറേ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള കുറേ കഷ്ണങ്ങളില്ലേ, അത് ഒന്നിച്ച് പാത്രത്തിൽ കൊടുത്താൽ ഇവരിങ്ങനെ പറക്കി താഴേക്ക് ഇടാനും കളയാനും ഒക്കെയുള്ള ടെൻഡൻസി ഇവർക്ക് കൂടും. ഇവർക്ക് ഒരു 2-3 പീസ് കൊടുത്ത് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം 1-2 പീസ്
പീസും കൂടെ വേണമെങ്കിൽ കൊടുക്കുക. ആ ഒരു രീതിയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് ഇരിക്കുകയാണെങ്കിൽ അവരൊരു പക്ഷേ അതൊക്കെ കഴിക്കാനും തന്നെ എടുത്ത് കഴിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ ഈ ഒരു പ്രായത്തിൽ ഒട്ടുമിക്ക കുട്ടികളും കുറേയൊക്കെ കളിക്കുകയായിരിക്കും ഫുഡ് എടുത്തിട്ട്. അപ്പൊ കുറച്ചൊക്കെ ദേഹത്താവുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും അവർ കുറച്ചൊരു എമൗണ്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരിക്കും അവർക്ക് തന്നെ കഴിക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസത്തെ എത്ര സമയം ഫുഡ് കൊടുക്കണം, അല്ലെ ഏതൊക്കെ സമയത്താണ് ഫുഡ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ പലർക്കും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് എത്ര തവണ കൊടുക്കണം, പശുവിന്റെ പാൽ അപ്പൊ എങ്ങനെയാ എപ്പോഴാ കൊടുക്കുക, അതിലുള്ള എന്താ പറയുക ജൂനിയർ ഹോർലിക്സ് ഇടാം, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. അത് ഞാൻ ഇങ്ങനത്തെ ജൂനിയർ ഹോർലിക്സോ അല്ലെങ്കിൽ ബോട്ടിലായിട്ടുള്ള ഒരു മാൾട്ടഡ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലേവറിലുള്ള ഒരു സാധനം കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നൊരു ഉത്തരം പറയാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. കാരണം എനിക്കറിയില്ല, ഞാനത് ഉപയോഗിക്കാറില്ല, ഞാൻ പേഴ്സണലി ഇത് പ്രിഫർ ചെയ്യുന്നുമില്ല. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഞാനത് കുഞ്ഞിനെക്ക് എപ്പോഴെങ്കിലും കൊടുക്കുന്നു എനിക്ക് തോന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുഞ്ഞിനെ ആണെങ്കിൽ പാൽ അങ്ങനെ നേരിട്ട് കുടിക്കാൻ വേണ്ടി വലിയ ഇഷ്ടമൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് അവന് കുറുക്കുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഞാൻ പാല് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് പശുവിന്റെ പാല് കൊടുക്കുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ എന്താണ് പറയുക, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേബിയുടെ ഫുഡ് ചാർട്ടിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു എമൗണ്ട് നിങ്ങൾ കൃത്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ കൊടുക്കുന്ന പാലിന്റെ ആ ഒരു എമൗണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള കണ്ടന്റിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിവിടെ എൻ്റെ പബ്ലിക് അഡ്രസ്സിനോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഈ കാര്യത്തിലുള്ള എൻ്റെ ഒരു ഐഡിയ വന്നിട്ട്. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് വന്നിട്ട് എത്ര തവണ ചെയ്യണം. ഒരു 4-5 തവണയൊക്കെ ആയിട്ട് ചെയ്തേച്ചാൽ മതി. കാരണം 2-3 മണിക്കൂറിനും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇന്റർവെല്ലിൽ അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗിൽ അവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, വേണമെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിഡ് ഡേ എപ്പോഴെങ്കിലും ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, ലഞ്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അങ്ങനെ ഒരു 4-5 തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പും അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് കിടക്കുക. നോർമലി ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുട്ടികൾ രാത്രി മുഴുവൻ ഉറങ്ങേണ്ടതാണ്. പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് പല കുട്ടികളും ഉറങ്ങുന്നുണ്ടാവില്ല. അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം കുറെ പേര് അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഉറക്കത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ബേസിക്കലി ഇത്രയൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞിന്റെ ഒരു 1 to 3 year old ബേബിയുടെ ഡെയിലി റൂട്ടീനിൽ അല്ലെങ്കിൽ അവരുടെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.